അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. കൂടുതൽ പഠിക്കേണ്ട സമയമായി. ഇനി കുറച്ച് ദിവസങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെക്ടറിൻ്റെ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻ എ റെഗുലർ ഹെക്സഗൺ ABCDEF, AB വെക്ടർ ഈക്വൽ ടു A വെക്ടർ, ഇവിടെ വെക്ടർ ഉണ്ട് കേട്ടോ. AB വെക്ടർ ഈക്വൽ ടു A വെക്ടർ, BC വെക്ടർ ഈക്വൽ ടു B വെക്ടർ ആൻഡ് CD വെക്ടർ ഈക്വൽ ടു C വെക്ടർ. ദെൻ AE വെക്ടർ ഈക്വൽ ടു, ഏതാണ് ആൻസർ വരിക? എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് ഇത് ഒരു റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കാം. അതായത് എല്ലാ വശങ്ങളും സെയിം ആയിരിക്കണം അല്ലേ. ഇനി ഇതിനെ ABCD എന്ന് പേര് കൊടുക്കാം നമുക്ക്. ABCDEF അല്ലേ. ഇനി AB വെക്ടർ എന്ന് പറയണത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് A വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി വേറൊരു കളർ കൊണ്ട് കൊടുക്കാം. A വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. BC വെക്ടർ എന്ന് പറയുന്നത് B വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. CD വെക്ടർ എന്ന് പറയുന്നത് C വെക്ടർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? AE വെക്ടർ ആണ്. ഈ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നോക്കി നോക്കൂ. അതായത് AB വെക്ടർ പ്ലസ് BC വെക്ടർ എന്ന് പറയുന്നത് AC വെക്ടർ എന്ന് എഴുതാൻ പറ്റില്ലേ? അതായത് AC വെക്ടർ ഈക്വൽ ടു AB വെക്ടർ പ്ലസ് BC വെക്ടർ ആണ് അല്ലേ. ഇതിൽ നമുക്ക് AB വെക്ടറിന് പകരം A വെക്ടർ എന്ന് എഴുതിയൂടെ? A വെക്ടർ പ്ലസ് B വെക്ടർ എന്ന് കിട്ടിയില്ലേ. അപ്പൊ AC വെക്ടർ ഇതെന്ന് പറയണത് എന്ത് കിട്ടി നമുക്ക്? A വെക്ടർ പ്ലസ് B വെക്ടർ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഏത്? ഇവിടുന്ന് AD വെക്ടർ കിട്ടും. എങ്ങനെയാണ് കിട്ടുക? AD വെക്ടർ ഈക്വൽ ടു AC വെക്ടർ പ്ലസ് AD വെക്ടർ CD വെക്ടർ, റൈറ്റ്. CD വെക്ടർ അതായത് ACCD. അപ്പൊ AD വെക്ടർ കിട്ടും. അപ്പൊ AC വെക്ടർ നമ്മൾ കണ്ടെത്തി A വെക്ടർ പ്ലസ് B വെക്ടർ ആണെന്ന് അല്ലെ. A വെക്ടർ പ്ലസ് B വെക്ടർ പ്ലസ് CD വെക്ടർ അവർ തന്നിട്ടുണ്ട് C വെക്ടർ ആണെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി AD വെക്ടർ അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? AE വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് എന്ത് പറയാം? AD വെക്ടർ പ്ലസ് DE വെക്ടർ ആണ് അല്ലെ. അപ്പൊ AE വെക്ടർ എന്ന് പറയണത് AD വെക്ടർ പ്ലസ് DE വെക്ടർ ആണ്. വെക്ടർ ഇടാണ്. AD വെക്ടർ എന്ന് പറയണത് എന്താന്ന് നമുക്ക് കിട്ടി? അതായത് ഇത് എന്ന് പറയുന്നത് AB വെക്ടർ A വെക്ടർ പ്ലസ് B വെക്ടർ, ഇത് A വെക്ടർ പ്ലസ് B വെക്ടർ പ്ലസ് C വെക്ടർ അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AE വെക്ടർ ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? AD വെക്ടറിന് പകരം നമുക്ക് A വെക്ടർ പ്ലസ് അല്ലെ, ഇവിടുന്ന് നമുക്ക് എഴുതാം A വെക്ടർ പ്ലസ് B വെക്ടർ പ്ലസ് C വെക്ടർ. പിന്നെ DE വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇങ്ങനെയാണ്, ഇങ്ങനെ പോണതാണ് ഇതിന്റെ വെക്ടർ. പക്ഷെ AB വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോണതാണ്. അപ്പോ നമുക്ക് എന്താണ്? അതിന്റെ ഡയറക്ഷൻ ആണ് വ്യത്യാസം വരുന്നത് അല്ലെ. അപ്പൊ ഈ A വെക്ടർ എന്നുള്ളത് ഇവിടെ DE വെക്ടർ ആവുമ്പോ മൈനസ് A വെക്ടർ ആവില്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? DE വെക്ടറിന് പകരം നമുക്ക് മൈനസ് A വെക്ടർ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A വെക്ടർ മൈനസ് A വെക്ടർ കഴിഞ്ഞു. അപ്പൊ B വെക്ടർ പ്ലസ് C വെക്ടർ. അപ്പൊ AE വെക്ടറിന്റെ ആൻസർ എന്താണ് വരിക? B വെക്ടർ പ്ലസ് C വെക്ടർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ABCDE is a pentagon, then AB vector plus AE vector plus BC vector plus DC vector plus ED vector plus AC vector equals. അതായത് നമുക്ക് പെന്റഗണെ വരയ്ക്കാം അല്ലെ. വരച്ചു നോക്കാം.
ഇതാണ് പെന്റഗൺ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം എ ബി സി ഡി ഇ അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നും എ ബി വെക്റ്റർ പ്ലസ് ബി സി വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? അതായത് ഇത് എ സി വെക്റ്റർ ആണെന്ന് എഴുതാം. ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് എ സി വെക്റ്റർ കിട്ടുക. അപ്പൊ നമുക്ക് അത് എഴുതാം. എ ബി വെക്റ്റർ പ്ലസ് ബി സി വെക്റ്റർ ഈക്വൽ ടു എ സി വെക്റ്റർ എന്ന് എഴുതി. ഇനി അടുത്തത് നമുക്ക് എന്താ എഴുതാം? ഈ എ ഇ വെക്ടറും ഇ ഡി വെക്ടറും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? എ ഡി വെക്ടർ കിട്ടും അല്ലേ? അപ്പൊ എ ഇ വെക്ടർ പ്ലസ് ഇ ഡി വെക്ടർ ഈക്വൽ ടു എ ഡി വെക്ടർ. ഇനി നമുക്ക് എന്താ എഴുതാം? എ ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? എ സി വെക്ടർ ആണ്. അപ്പൊ എന്താണ് എഴുതണ്ടേ? എ ഡി വെക്ടർ വേറൊരു കളർ കൊണ്ട് എഴുതാം. എ ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ ഈക്വൽ ടു എ സി വെക്ടർ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ എങ്ങനെ വരും? എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ പ്ലസ് എ ഇ വെക്ടർ പ്ലസ് ഇ ഡി വെക്ടർ പ്ലസ് എ ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ അല്ലേ? അപ്പൊ ഇവിടെയും എ സി വെക്ടർ, രണ്ട് എ സി വെക്ടർ ഉണ്ട്. ഈ എ ഡി വെക്ടർ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? എ ഡി വെക്ടർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് വരും നോക്കൂ, എഴുതി നോക്കാം. എ ബി വെക്ടർ താഴെ, എ ബി വെക്ടർ പ്ലസ് എ ഇ വെക്ടർ അല്ലേ? പിന്നെ എ ഡി വെക്ടർ, എ ഡി വെക്ടർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് എഴുതാം. പിന്നെ ബി സി വെക്ടർ പ്ലസ് ഇ ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? രണ്ട് എ സി വെക്ടർ ആണ് നമുക്ക് കിട്ടുക അല്ലെ? എ സി വെക്ടർ പ്ലസ് എ സി വെക്ടർ, രണ്ട് എ സി വെക്ടർ എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കൂ. എ ബി വെക്ടർ, എ ഇ വെക്ടർ, ബി സി വെക്ടർ, ഡി സി വെക്ടർ, ഇ ഡി വെക്ടർ, ഇതിന്റെ കൂടെ ഒരു എ സി വെക്ടറും കൂടി ആഡ് ചെയ്തതാണ് നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഒരു എ സി വെക്ടറും കൂടി ആഡ് ചെയ്യണം. 2 എ സി വെക്ടർ പ്ലസ് എ സി വെക്ടർ. അപ്പൊ എന്താണ് ആൻസർ വരിക? 3 എ സി വെക്ടർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If G is the intersection of diagonals of a parallelogram ABCD and O is any point, then OA vector plus OB vector plus OC vector plus OD vector equal to. നമ്മൾ എങ്ങനെയാണ് ചെയ്യണേ നോക്കൂ. അതായത് ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പാരലലോഗ്രാം നമുക്ക് വരയ്ക്കാം. ഇനി അതിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യും അല്ലെ? ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കിട്ടും. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി സി ഡി ആണ് നമ്മുടെ പാരലലോഗ്രാം. എ ബി സി ഡി. ഇനി അത് ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് ജി അല്ലെ? അപ്പൊ ഇവിടെ ജി. ഇനി നമുക്ക് എന്തെന്ന് പറയാം? ഓ ഒറിജിനായി എടുത്തുണ്ട് വെച്ചിങ്ങ, ഓ ഒറിജിനായിട്ട് പോയിന്റ് എടുത്തുണ്ട് വെച്ചിങ്ങ, നമുക്ക് ഒറിജിൻ ഓ. അപ്പോ എന്താണെന്ന് പറയാം? അതായത് ഈ ഇത് എ എന്ന് പറയുന്നത് എന്താണ്? ഒ എ വെക്ടർ എന്ന് എടുക്കാം, ഇത് ഒ ബി വെക്ടർ എന്ന് എടുക്കാം അല്ലേ? ഇത് ഒ സി വെക്ടർ എന്ന് എടുക്കാം, ഒ ഡി വെക്ടറും ആണ്. അപ്പൊ ഇത് എന്താണ്? ഒ ജി വെക്ടർ ആണ്. ജി എന്ന് പറയുന്നത് ഒ ജി വെക്ടർ ആണ് അല്ലെ? അപ്പൊ ഈ ഒ ജി വെക്ടർ എന്ന് പറയുന്നത്
ഇതിന്റെ മിഡിൽ ടേം ആണ് ജി അല്ലെ. അപ്പൊ എ ജി എന്ന് ഒ എ വെക്ടറും ഒ സി വെക്ടറിന്റെയും പകുതിയാണ് അല്ലെ. അതായത് ഒ എ വെക്ടറും ഒ സി വെക്ടറും കൂടി കൂട്ടി അതിന്റെ ഹാഫ് എടുത്താലാണ് ഏത് കിട്ടുക, ഒ ജി വെക്ടർ കിട്ടുക. അപ്പൊ ഒ ജി വെക്ടർ ഈക്വൽ ടു ഒ എ വെക്ടർ പ്ലസ് ഒ സി വെക്ടർ ബൈ 2 എന്ന് എഴുതാം. കാരണം എന്താണ്, പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഒ ജി വെക്ടർ നമുക്ക് ഇതൊരു ഇക്വേഷൻ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം, ഒ ജി വെക്ടർ ഈക്വൽ ടു ഇവിടുന്ന് എഴുതാം ഒ ബി വെക്ടർ പ്ലസ് ഒ ഡി വെക്ടർ ബൈ 2 എന്നും എഴുതാം അല്ലെ. ഒ ബി വെക്ടർ പ്ലസ് ഒ ഡി വെക്ടർ ബൈ 2 എന്നും എഴുതാം. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ, രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി അതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കൂ. അതായത് ഇതിനെ 2 ഒ ജി വെക്ടർ എന്ന് എഴുതിയുടെ, ഈ 2നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി, അപ്പൊ 2 ഒ ജി വെക്ടർ ആയി. ഇത് ഇങ്ങോട്ടായി കേട്ടോ, ഇതും ഇങ്ങോട്ടായി. അപ്പൊ 2 ഒ ജി പ്ലസ് 2 ഒ ജി എന്ന് പറഞ്ഞാൽ 4 ഒ ജി വെക്ടർ ഈക്വൽ ടു എന്തെന്ന് വന്നു, ഒ എ വെക്ടർ പ്ലസ് ഒ സി വെക്ടർ പ്ലസ് ഒ ബി വെക്ടർ പ്ലസ് ഒ ഡി വെക്ടർ അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി നോക്കൂ. ഒ എ വെക്ടർ പ്ലസ് ഒ ബി വെക്ടർ പ്ലസ് ഒ സി വെക്ടർ പ്ലസ് ഒ ഡി വെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്, 4 ഒ ജി വെക്ടർ എന്നുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിറ്റ് വെക്ടേഴ്സ്? എങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ പറയാ? യൂണിറ്റ് വെക്ടർ ആവുമ്പോ നമുക്ക് മാഗ്നിറ്റ്യൂഡ്, അതല്ലേ, മാഗ്നിറ്റ്യൂഡ് എന്താവണം, 1 ആവണം, എങ്കിലേ അത് യൂണിറ്റ് വെക്ടർ ആവുള്ളൂ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഐ പ്ലസ് ജെ എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് വരിക, റൂട്ട് ഓഫ് ഐന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, 1, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അത് എത്രയാണ്, റൂട്ട് 2 ആണ് വരിക. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക നോക്കൂ, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ബൈ റൂട്ട് 2 അല്ലെ. അപ്പൊ റൂട്ട് 3 ബൈ റൂട്ട് 2 എന്നാണ് വരിക. അപ്പൊ 1 അല്ല, 1 ആയതാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇവിടെ എന്താ വരിക നോക്കൂ, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് റൂട്ട് 3 എന്നാണ് ഉള്ളതാണ്. ഇവിടെ വരുമ്പോഴോ ഇത് റൂട്ട് 3 ആണ്, ബൈ റൂട്ട് 3 എന്നും കൂടി വരുമ്പോ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 1 എന്ന് കിട്ടും, അതാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ ഏതാണ് ആൻസർ, ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ വെക്ടർ ഈക്വൽ ടു 2i വെക്ടർ പ്ലസ് 5j വെക്ടർ, 5 ക്യാപ്പ് എന്നും പറയും, 2i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ്, ആൻഡ് ബി വെക്ടർ ഈക്വൽ ടു 2i ക്യാപ്പ് മൈനസ് j ക്യാപ്പ്, then unit vector in the direction of a vector plus b vector is. യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് എ വെക്ടർ പ്ലസ് ബി വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഡിവൈഡഡ് ബൈ മോഡ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ കാണണം. അപ്പോഴാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടുക. അപ്പൊ ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുക, 2i പ്ലസ് 2i 4i, 4i പ്ലസ് 5j മൈനസ് j എന്ന് പറഞ്ഞാൽ 4j. അപ്പൊ എന്താ വരും, 4 ഇൻറ്റു ഐ പ്ലസ് ജെ എന്ന് വരും അല്ലെ. ഇനി ഡിവൈഡഡ് ബൈ എന്ത് വരും, റൂട്ട് ഓഫ് അല്ലെ, 4 സ്ക്വയർ എത്രയാണ്, 16 പ്ലസ് 4 സ്ക്വയർ 16. അപ്പൊ എന്ത് വരും, 4 ഇൻറ്റു ഐ പ്ലസ് ജെ ബൈ റൂട്ട് 32 ആണ് വരിക അല്ലെ. റൂട്ട് 32 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 16 ഇൻറ്റു 2 ആണ് 32 അല്ലെ. അപ്പൊ 16നെ വെളിയിലേക്ക് എടുത്താൽ എന്ത് വരും, 4 എന്ന് വരും. 4 റൂട്ട് 2 ആണ് റൂട്ട് 32 അല്ലെ. അപ്പൊ 4 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഐ പ്ലസ് ജെ ബൈ റൂട്ട് 2. ഏതാണ് ആൻസർ, സി എന്നുള്ളതാണ്
ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എനി ടു വെക്ടർ എ വെക്ടർ ആൻഡ് ബി വെക്ടർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്. ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാ? എ വെക്ടർ മോഡ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ വെക്ടർ മൈനസ് മോഡ് ബി വെക്ടർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനും. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്ന് എനിക്കറിയുന്നത് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്ന കമന്റും ലൈക്കും. അപ്പൊ അത് കാരണം നിങ്ങളത് ആവശ്യമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.